പൂക്കി സിഎമ്മിന്റെ കാലിൽ തൊട്ട് തൊഴുവാൻ വരെ ക്യാമറ ഷൂട്ടിന് വേണ്ടി കഥാപാത്രങ്ങളെ ഇറക്കുന്ന കാലം. എന്തൊരു പൂക്കിസമാണിത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിൽ കാട്ടിക്കൂട്ടിയ പല കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്. ക്യാമറകൾക്ക് മുന്നിൽ കൃത്യമായിട്ട് ജനമെന്ന പേരിൽ മൗദൂദി നാടകങ്ങൾ അരങ്ങേറി. എന്നാൽ ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ കാലിൽ തൊട്ട് തൊഴുവാൻ വരെ സംഖ്യ അടവുകൾ പയറ്റുകയാണ്. ഇതേ നോക്കി ആ ദൃശ്യത്തിലേക്ക്. സൈക്കിൾ വരുന്ന ആൾക്കാരെ ഞാൻ ഇത് കൂടെ അപകടമായിട്ട് മുഖ്യമന്ത്രി എന്നാൽ സെക്യൂരിറ്റി ഉള്ള വ്യക്തിയാണ്. ആ സെക്യൂരിറ്റി ഉള്ള വ്യക്തിയുടെ അടുത്ത് ഒരാൾ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. അയാളെ മുൻകൂട്ടി മാറ്റിയിട്ടൊന്നുമില്ല. അതിനുശേഷം പൊടുന്നനെ കാലിത്തൊട്ടങ്ങ് തൊഴുകയാണ്. ആ തൊഴണ സന്ദർഭത്തിൽ ഒരു ക്യാമറ മുകളിൽ ഓണായിരിപ്പുണ്ട്. എന്നിട്ട് വിനയാന്വിതനായിട്ട് സതീശൻ അയ്യോ വേണ്ട എന്ന് പറയുന്നതും അത് അതേപടി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സതീശന്റെ വിനയം കണ്ടോ? ഏത് പൂക്കിസം കാട്ടി അതെടുത്ത് പുറത്തിട്ടതിന് ശേഷം എത്ര ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കാൻ എന്തോരം ക്യാമറ കോപ്രായങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടത്തുന്നത്. ക്യാമറകളിലൂടെ മാത്രം സ്വയം സംഭവമാണെന്ന് അവതരിപ്പിക്കാനും സിമ്പിളനാണെന്ന് അവതരിപ്പിക്കാനും കാപട്യങ്ങൾ മറച്ചു പിടിക്കാനും വേണ്ടി ചെയ്യുന്ന ഓരോരോ കൃത്രിമത്വങ്ങൾ നോക്കണേ. ഇങ്ങനെയൊന്നും എല്ലാ കാലത്തും ഒരു മനുഷ്യന്റെയും മുഖം വെളുപ്പിച്ച് വെക്കാമെന്ന് ആരും കരുതണ്ട. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സതീശൻ തന്നെ വളർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്ങാണ്ടിയുടെ ജീവിതം. അതുകൊണ്ട് ക്യാമറ ഷോകൾക്കപ്പുറം പ്രവൃത്തി കൊണ്ട് ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതിനപ്പുറം കാഴ്ചകൾ സൃഷ്ടിച്ച് സംഭവ ബഹുലമായി അവതരിപ്പിക്കുന്ന പണിയാണ് അരങ്ങേറുന്നതെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ചില കഥാപാത്രങ്ങളുടെ വേഷം കെട്ടാൻ പ്രായം പോലും ചിലർക്ക് ഒരു തടസ്സമല്ല. കണ്ടാലേ അറിയാം, ഒരു കുറവുമില്ല. പിന്നെ കഥാപാത്ര വേഷം കെട്ടാൻ വരുമ്പോ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ പ്രീതി കിട്ടിയാൽ മതി. പ്രീതിക്ക് വേണ്ടി സതീശന്റെ അതേ പ്രായത്തിലുള്ള വ്യക്തി കാലിത്തൊട്ട് തൊഴുകുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഊളത്തരമാണ്. ഇതിന്റെ പേരാണോ പൂക്കിസം എന്ന് ചോദിച്ചു പോവുകയാണ്. വല്ലാത്ത ജാതി പൂക്കിത്തരങ്ങൾ തന്നെ. സൈക്കിൾ വരുന്ന ആൾക്കാരെ ഞാൻ ഇത് കൂടെ അപകടമായിട്ട്